പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മർക്കോസ് ലീഗ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള തിരുവചനം. അവൻ ഇങ്ങനെ പഠിപ്പിച്ചു: നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവേ. നീണ്ട മേലങ്കികൾ ധരിച്ചും നടക്കാനും, പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും, സിനഗോഗുകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അവർ വിധവകളുടെ ഭവനത്തിൽ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നു എന്ന് നടിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും. അവൻ ഭണ്ഡാരത്തിൽ എതിർവശത്ത് ഇരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നതും ശ്രദ്ധിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്രയായ വിധവ മറ്റൊരുവയേക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നും സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്നും തനിക്കുണ്ടായിരുന്നതെല്ലാം തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പ്രിയ സഹോദരങ്ങളെ, നോമ്പിന്റെ 16-ാം ദിവസം വചനത്തിലൂടെ ഇപ്രകാരം പറയുന്നു. യേശു നോക്കുന്നതിലെ പ്രത്യേകതയെ കുറിച്ചാണ് ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ധനികൻ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് വലിയ സംഖ്യ ആയിരിക്കാം. ദരിദ്രയായ വിധവ ഇടുന്നത് 2 ചെമ്പുതുട്ടുകളും. നമ്മിലെ സമ്പാദ്യത്തിന്റെ അളവനുസരിച്ചാണ് നമ്മുടെ സന്തോഷവും സന്താപവും. ഒരുപാട് സമ്പാദ്യമുണ്ടെങ്കിൽ സ്വാഭാവികമായും സന്തോഷം കൂടാം. നമ്മിലെ സമ്പാദ്യത്തെ യേശു എങ്ങനെ കാണുന്നു എന്നത് പ്രധാനമാണ്. ഞാൻ അഭിമാനിക്കുന്ന എന്റെ കഴിവുകളെന്ന് ഞാൻ വിശ്വസിക്കുന്ന സമ്പാദ്യങ്ങളെ യേശു ഏത് രീതിയിലാണ് കാണുന്നതെന്നും വിലയിരുത്തുന്നതെന്നും ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യൻ വലുതായി കാണുന്ന കാര്യമായിരിക്കില്ല ദൈവം വലുതായി കാണുന്നത്. മനുഷ്യൻ അവഗണിക്കുന്നതും നിസ്സാരവൽക്കരിക്കുന്നതുമായ കാര്യങ്ങൾ ദൈവത്തിന്റെ കണ്ണുകളിൽ മഹത്തരമാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ നോമ്പിന്റെ കാലയളവിൽ കൂടുതൽ പ്രാർത്ഥനയോടും നോമ്പിലും ഈശോയോട് ചേർന്നിരിക്കാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.